അപ്പോൾ സംഭവം എന്താ മക്കളെ, ഒരു ബസ്സിലെ തൊഴിലാളി എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് നമ്മൾ അറിയണം കേട്ടോ. കോഴിക്കോട് റൂട്ടിൽ ഒരു ബസ് ടൈം തെറ്റിയിരുന്നു. അവന് കണ്ടക്ടർ പാവം, കണ്ടക്ടർ ഇങ്ങനെ തുടർച്ചയായി വിളിച്ചു ചോദിക്കുന്നുണ്ട് എന്താണ് അവസ്ഥ, ബാറ്റത്തെ വണ്ടീൻ്റെ അവസ്ഥയാണ് ചോദിക്കണേ. നമുക്ക് പറഞ്ഞ കാര്യമല്ലേ. അപ്പോൾ ഇനി നോക്കിക്കോട്ടെ ഓൻ എത്രത്തോളം ആ വണ്ടി അവിടെ നിന്ന് കേച്ചിലാക്കാൻ വേണ്ടി ചെറുവണ്ണൂർ ഭയങ്കര ബ്ലോക്കാണ്. ഓൻ ആ വണ്ടി ഒഴിവാക്കാൻ, അതായത് രാവിലെ 5 മണിക്ക് ഒരു കണ്ടക്ടർ ബസ് കയറും. 5 മണിക്ക് ബസ് കയറി കഴിഞ്ഞാൽ വൈകുന്നേരം 7 മണി 8 മണി വരെ ഓൻ്റെ ഡ്യൂട്ടി പാവമാണ്. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ ഒരു തൊഴിലാളി ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ സമയം ബസ്സിലെ തൊഴിലാളി നമ്മളെത്രയും ജീവൻ വെച്ചിട്ട് സുരക്ഷിതമായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ ശരിക്ക്. ഒരിക്കലും അതുകൊണ്ട് തന്നെ ഞാൻ ബസ്സിലെ ഡ്രൈവർ ഒരു ദിവസം ഞാൻ പണിയെടുത്തിട്ടുള്ളൂ. ഒറ്റ ദിവസമാണ് ബസ്സിൽ. നമുക്ക് ആവശ്യം വന്നാൽ നമുക്ക് പണിയെടുക്കാന്നുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ലൈസൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താ മനസ്സിലായി, ശരിക്കും ഹോട്ടലിലെ തൊഴിലാളിനെയും ബസ്സിലെ തൊഴിലാളിനെ നമ്മൾ ബഹുമാനിക്കണം കേട്ടോ ശരിക്കും. കാരണം എന്താ, അതിൻ്റെ കഷ്ടപ്പാട് അത്രയും വേദനയാണ് ശരിക്കും. ഓരോ ബസ് തൊഴിലാളിക്കും അറിയാം. അപ്പോൾ അവൻ്റെ കഷ്ടപ്പാടിനെ ഞങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ പറയുക, ഒരു സമയത്തിന് വേണ്ടിയിട്ടാണ് അത് പായുന്നത്. ഗവൺമെൻറ്റാണെങ്കിൽ അങ്ങനെ സമയം കൊടുക്കുള്ളൂ, ഓർക്കാണെങ്കിൽ സമയത്ത് എത്തിച്ചണം. നമ്മൾ പരമാവധി സഹകരിച്ചു കൊടുക്കുക. ബസ്സിലെ തൊഴിലാളികൾക്ക് നമ്മൾ എത്രത്തോളം സഹകരിച്ചു കൊടുക്കാൻ പറ്റുമോ അത്രയും സവാനായിട്ട് ഓടിക്കുമ്പോഴാണ്. കാരണം അതായത് തൊഴിലെടുക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഫോനെ ജസ്റ്റ് കാണിച്ചു തരാം. അവിടെ എത്ര പ്രയാസം ഉണ്ടെങ്കിലും ഒരു സിംബോളിസം ശരിയാണ്. ആ കാണിച്ചു കൊടുക്കാം. ഓർക്ക് നമ്മൾ സഹകരിച്ചു കൊടുക്കുക, ഒരു മുന്നിൽ പോകണം എന്നുള്ള അഭിപ്രായക്കാരാണ്. ഇത്ര ബ്ലോക്കായിട്ട് ഓരോ എങ്ങനെയെങ്കിലൊക്കെ തടി വെച്ചിലാക്കാനുള്ള പരിപാടിയാണ്. അവൻ നോക്കാം ബ്ലോക്കിൽ പാവാണ്, അത്ര കഷ്ടപ്പെടുന്നില്ല അല്ലേ ജി. നമ്മൾ പരമാവധി ശ്രമിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ നടക്കണില്ല. വല്ല